Hi ninth, as you know, today we are going to the last session of this chapter, and you know that in the last class we were discussing about that exercise and we have finished the discussion of that exercise, and today we are going to discuss the last session, that means mean median mode. In other words, what we can say is mean median mode is the most important section in this chapter, because 10th standard we are going to discuss more about mean median and mode. So 9th standard we are going to form the base for the concept mean median mode. So today we are going to discuss that topics, and by the next video, in the next video we will discuss the last exercise. I think within one video we could finish the last exercise, and I think within 2 or 3 days we could complete this chapter and we will move to the last chapter. Okay, and without wasting much time, I'm going to discuss the concept mean median mode. മൂന്നും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യും. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്കറിയാം, mean median mode is going to be very interesting concept for you, but you have to watch the video properly without skipping any portion, then only you will get understood what is mean median mode. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ പാരൻസ് മീറ്റിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞു, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തതുപോലെ 10ാം ക്ലാസ്സിലോട്ട് ഇനി നമുക്കാകെ 1-2 മാസമേ ഉള്ളൂ, 1-2 മാസത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ 10th. അപ്പോൾ നിങ്ങൾ 10th വരിക എന്ന് പറയുമ്പം എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, കാരണം നിങ്ങളൊക്കെ മിടുക്കരാണ്. പക്ഷേ 10th വരാൻ തക്ക വിധത്തിലുള്ളൊരു പ്രാക്ടീസ് 9ാം ക്ലാസ്സിലെ മിക്ക കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ആകെ ഒരു കുറച്ച് വളരെ ചുരുങ്ങിയൊരു പെർസെൻറ്റേജ് കുട്ടികളുടെ അടുത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി കുട്ടികൾ സീരിയസ് ആയി വർക്ക് ചെയ്യാം. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ തന്നെ നല്ലതുപോലെ പഠിച്ച് പോകണം. 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേറെയുണ്ട്. 9th സ്റ്റാൻഡേർഡിൽ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ 10th സ്റ്റാൻഡേർഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ പ്ലീസ് വാച്ച് ദ വീഡിയോ പ്രോപ്പർലി വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പോർഷൻ ആൻഡ് സ്റ്റാർട്ട് യുവർ റിവിഷൻ വർക്ക് ഫോർ യുവർ പോസ്റ്റ് മിഡ് ടേം എക്സാം ആൻഡ് ആനുവൽ എക്സാം. സ്റ്റാർട്ട് യുവർ റിവിഷൻ വർക്ക് വെരി ഫാസ്റ്റ്. പോസ്റ്റ് മിഡ് ടേം എക്സാമിന് ഞാൻ 1-2 ചാപ്റ്റർ തരുള്ളൂ, പക്ഷേ ആനുവൽ എക്സാമിന് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, which all chapters we discussed from my session, I will conduct annual exam out of that by considering all chapters. I don't know what about Shiba miss. And for the post midterm exam, I prefer you have to prepare. ഇതെന്താണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ, അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. പോസ്റ്റ് മിഡ് ടൈം എക്സാമിന് എനിക്ക് അങ്ങനെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, പോസ്റ്റ് മിഡ് ടൈം എക്സാമും ആനുവൽ എക്സാമും കൂടെ ചിലപ്പോൾ ഒരുമിച്ചൊക്കെ നടത്താൻ പറയാൻ പറ്റില്ല, സമയപരിമിതി ഒക്കെ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് 10th തുടങ്ങണമല്ലോ, അറിയില്ല. ഇനി പോസ്റ്റ് മിഡ് ടൈം എക്സാമായിട്ട് നടത്തുവാണെങ്കിൽ അതിനുള്ള ചാപ്റ്റേഴ്സ് സർഫസ് ഏരിയയും വോളിയൂംസും ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും ആയിരിക്കും. ഓക്കെ, 2 ചാപ്റ്റേഴ്സ്. ഷാൽ വി? യെസ്, മീൻ മീഡിയൻ മോഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഒരു കുഞ്ഞ് പാട്ട് വരുന്നുണ്ടോ? ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് വരുന്ന പോട്ടല്ലേ. ഓക്കെ, നമ്മൾ മാറ്ററിൽ നിന്ന് പോയി. സോ മീൻ മീഡിയൻ മോഡ്, അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീനാണ്. ഓക്കെ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്. മീനിൻ്റെ വേറൊരു വാക്കാണ് ആവറേജ്. മലയാളത്തിൽ ഇതിന് മാധ്യം എന്ന് പറയും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ മീൻ പഠിച്ചാൽ മതി. ഇറ്റ്സ് അനദർ വേർഡ് ഈസ് ആവറേജ്. ഓക്കെ, മീൻ ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ്. ആൻഡ് യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ആവറേജ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്, അത് വളരെ എളുപ്പമാണ്. മീൻ എന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നതൊക്കെ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നമ്മുടെ ക്ലാസ്സിലൊരു 10 കുട്ടികളുടെ ഐ എം ഗോയിങ് ടു കൺസിഡർ ദ മാർക്സ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ്. ഐ എം ജസ്റ്റ് സെലക്ടിങ് 10 സ്റ്റുഡൻസ് റാൻഡംലി ആൻഡ് I'm going to collect their marks mark. Okay, let it be some out of 20, 10, 0, 20, 19. Let it be 5 students. 5 സ്റ്റുഡൻസിൻ്റെ മാർക്സ് മാർക്ക് ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. 10, 0, 20, 90 and 80. Okay, I need to calculate the average of the marks mark. 5 കുട്ടികളുടെ മാർക്സ് മാർക്കാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഞാനതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ്? ആവറേജ് ഓർ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും സം എടുക്കുക.
sum of all observation divided by number. This is what is mean. This is the method of calculating mean. What I am going to do, I have selected match mark of 5 students. The match marks are 10, 0, 20, 19 and 18. What I supposed to calculate now? I am going to calculate its mean. What? Mean of this match mark. Mean of this match mark. Mean stands for average. And this is the formula for calculating mean. Sum of all observation divided by the total number. That means sum of all observation means just take the sum of all these observation, like 10 plus 0 plus 20 plus 19 plus 18 divided by the number. How many numbers are there? 1, 2, 3, 4, 5. It is already mentioned 5 students, so 5 marks. So just divide by 5. So when you calculate this one, you will get the answer, and that is what is your mean. Just take the sum and divide by 5. That means, you know what is 20 plus 10? 30. 30 plus 90? 49. So 49 plus 18. 67. So 67 by 5. What is 67 by 5? You know how to calculate the value of 67 by 5 very easily. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 67 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു എളുപ്പമുള്ള മെത്തേഡ് പറയാം. ചില പ്രോബ്ലത്തിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഈസി ഷോർട്ട് കട്ടാണ്. ഞാൻ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇതെന്തായി? ഡിനോമിനേറ്റർ എന്തായി? 10 ആയി. ഇനി 67 2 എന്താണ്? 134. So what is 134 divided by 10? 13.4. See, 134നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും 13.4. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ലെഫ്റ്റോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതിയല്ലോ. കാരണം എന്താ? 10 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇഫ് യു ഡിവൈഡ് ബൈ 100, you have to give a point just after 2 decimal position, and you have to count from the rightmost side. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഒരു പോയിന്റ് മാറിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 പോയിന്റ് മാറി, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ 10 കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 67/5 ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയത്? കാരണം 67/5 ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ. എഴുതി കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 10 ആയി. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ ആൻസർ എനിക്ക് പെട്ടെന്ന് കിട്ടി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് യുവർ മെയിൻ. ഇതാണ് ആ 5 കുട്ടികളുടെ മാച്ച് മാർക്കിൻ്റെ ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 13.4. ആൻഡ് ദിസ് ഈസ് ദ വേ ടു കാൽക്കുലേറ്റ് ദ മീൻ ഓർ ദ ആവറേജ് ഓഫ് എ പർട്ടിക്കുലർ ഡാറ്റ. You understood, no? This. So you may understood how to calculate mean. ഈ ഒബ്സർവേഷനെ പറയുന്ന പേരാണ് റോ ഡാറ്റ. എന്ന് വെച്ചാൽ ഒറ്റ റോ ആയിട്ടല്ലേ, ഒറ്റ റോ ആയിട്ടാണ് ഈ ഇൻഫർമേഷനൊക്കെ തന്നേക്കുന്നത്. ഒറ്റ റോ, വളരെ സിമ്പിളായിട്ടുള്ള ഡാറ്റ. ഇതിനെ പറയുന്ന പേരാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഇഫ് ദ ഡാറ്റ ഈസ് റോ ഡാറ്റ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ് മീൻ. ബട്ട് suppose if I give a data just like this, see this data. Can you identify the difference between this data with the previous data which we have solved just now? ഈ ഡാറ്റയും ആ ഡാറ്റയുള്ള പ്രത്യേകത, ആ ഡാറ്റ എന്ന് വെച്ചാൽ ഒരു 5 കുട്ടികളുടെ മാർക്സ് മാർക്ക് വെറുതെ ഇങ്ങനെ നേരെ ഇങ്ങനെ എഴുതി തന്നു, അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. 10 മാർക്ക്, ഇത് ഏതും ആയിക്കോട്ടെ, സയൻസോ സോഷ്യലോ എന്തെങ്കിലും ആയിക്കോട്ടെ, മാത്സോ എന്തെങ്കിലും, 10 മാർക്ക് ഒരു സബ്ജക്റ്റിന് സ്കോർ ചെയ്തു. എത്ര കുട്ടികൾ? 5 കുട്ടികൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 20 മാർക്ക് സ്കോർ ചെയ്ത് എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികൾ. 30 മാർക്ക് സ്കോർ ചെയ്ത് എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികൾ. ഇതിനെയാണ് ഈ ഡാറ്റ റോ ഡാറ്റയാണോ? അല്ല. മറ്റേന്ന് വെച്ചാൽ ഒരു 5 കുട്ടികളുടെ ഓരോരുത്തരെയും മാച്ച് മാർക്ക് എഴുതി മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 10 കുട്ടികൾ 10 മാർക്ക് നേടിയ 5 കുട്ടികളുണ്ട്, 20 മാർക്ക് നേടിയ 10 കുട്ടികളുണ്ട്, 30 മാർക്ക് നേടിയ 20 കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ ഇത് മറ്റേതുപോലെയുള്ള റോ ഡാറ്റയല്ല. ഇവിടെ മാർക്കുകളും അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് ആ മാർക്ക് സ്കോർ ചെയ്തതെന്നും പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇവിടെ മീൻ കണ്ടുപിടിക്കുക നേരത്തെ പോലുള്ള രീതിയല്ല. കാരണം ഇത് എന്ത് ടേബിളാണ്? ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. ഇങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒരു പർട്ടിക്കുലർ ഡാറ്റയും അത് എത്ര പേര് സ്കോർ ചെയ്തിട്ടുണ്ട് അതിനെയാണല്ലോ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സാധനം അത് എത്ര പേര് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മാർക്സിനെ നമ്മൾ എക്സൈസ് എന്നാണ് വിളിക്കുക. എക്സ് ഐ എന്താണ്? എക്സ് ഐ. എങ്ങനെ എക്സ് ഐ എന്ന് എഴുതാം? എക്സ് ഇട്ടിട്ട് സഫിക്സ് എഴുതി ഇങ്ങനെ ഐ എന്ന് എഴുതണം. എക്സ് ഐ. ഇതിനെ നമ്മൾ ഇതെന്താണോ ഒബ്സർവേഷൻ, അത് ഏതാണെങ്കിലും മാർക്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ എക്സ് ഐ എന്ന് വിളിക്കുന്നു.
ഇതിനെ ആസ് യൂഷ്വൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ഇനി ഈ സാഹചര്യത്തിൽ എങ്ങനെ മീൻ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അപ്പം മീൻ ഇത് നേരത്തെ സാഹചര്യത്തെ പോലെ അല്ല. അപ്പം ഒരു റോ ഡാറ്റ ആണെങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നു. മീൻ ഈസിക്കൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാമല്ലോ റോ ഡാറ്റ ആണെങ്കിൽ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ അവിടെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക. അതിനുശേഷം അതിൻ്റെ ആൻസർ പോർഷനിലോട്ട് വീണ്ടും ഈ ടേബിൾ ഒന്ന് റീഡ്രോ ചെയ്യണം. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ കോളം XI ആയിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്തത്, പറഞ്ഞല്ലോ നിങ്ങളോട്. രണ്ടാമത്തെ കോളം FI അല്ലെങ്കിൽ F ആയിട്ട് മെൻഷൻ ചെയ്തു. ഇനി മൂന്നാമത്തെ കോളം നമുക്ക് വേണ്ടത് FI ഇൻറ്റു XI എന്ന് പറയുന്ന ഒരൊറ്റ കോളം കൂടെ വേണം. ഏത് കേസിലാണ് ഈ രീതി അപ്ലൈ ചെയ്യുക? ഒരു പ്രോബ്ലം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ മീൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ കൺസിഡർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഫൈൻഡ് ഇറ്റ്സ് മീൻ എന്ന് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്ന റോ ഡാറ്റ ആണെങ്കിൽ നേരത്തെ പോലെ, ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ XI, ഈ ആദ്യത്തെ കോളത്തിനെ XI എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു, രണ്ടാമത്തെ കോളത്തിനെ FIs എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു, മൂന്നാമത്തെ കോളത്തിന് നമ്മൾ FI ഇൻറ്റു XI എന്ന് പറയുന്ന ഒരു അഡീഷണൽ കോളം നമ്മൾ ഫോം ചെയ്യുന്നു. ഇനി XI ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ല, അതുപോലെ തന്നെ എഴുതുന്നു, ഒരു വിഷയമില്ല. ഇനി FI XI എന്ന് പറയുമ്പം ഇതാണല്ലോ FI, ഇതാണല്ലോ XI. അപ്പോൾ FI ഇൻറ്റു XI എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 5 ഇൻറ്റു 10 എത്രയാണ്? വാട്ട് ഇസ് ദാറ്റ്? 50 ഇവിടെ എഴുതുക. ദെൻ വാട്ട് ഈസ് 10 ഇൻറ്റു 20? 200. കാരണം ഇവിടെ എന്താ ചെയ്യേണ്ടത്? FIയും XIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടെ എഴുതുന്നത്? കാരണം ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻ ദാറ്റ് FI ഇൻറ്റു XI. അപ്പം 5 ഇൻറ്റു 10 50, 10 ഇൻറ്റു 20 200, ദെൻ 20 ഇൻറ്റു 30 600. നോ, ഐ തിങ്ക് ഇറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ഇത്രയും എഴുതുക. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ്, ഈ രീതിയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇനി അതിനുശേഷം ഈ FI XIs എഴുതിയിട്ടില്ലേ, അതിൻ്റെ ടോട്ടൽ കാണാം. എങ്ങനെ? ടോട്ടൽ, ഈ FI XIസിൻ്റെ ടോട്ടൽ കാണാം. ഓക്കെ, 0, ഓക്കെ 850. അതിനുശേഷം FIസിൻ്റെ ടോട്ടൽ കാണാം. ഓക്കെ, ആദ്യം നമ്മൾ FI XI എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളുടെ മൊത്തം ടോട്ടൽ ആഡ് ചെയ്ത് മൊത്തം എന്നിട്ട് ഇവിടെ എഴുതുക. അതിനുശേഷം FIസിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതുക. 20, 30, 35. യു മേ അണ്ടർസ്റ്റുഡ്? നോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമുള്ള രീതി കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 3 കോളമുള്ള ഒരു ടേബിൾ ആവണം. XIയും FIയും, FI ഇൻറ്റു XIയും. FIസിലും തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ FI ഇൻറ്റു XIയിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതിനുശേഷം ഇത് മൊത്തം ആഡ് ചെയ്ത് ടോട്ടൽ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ എഴുതുക. ഇത് മൊത്തം ആഡ് ചെയ്ത് ടോട്ടൽ എന്ന് പറഞ്ഞ് മൊത്തം തൊട്ട് താഴെ എഴുതുക. അതിനുശേഷം ഇനി മീൻ കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. യു ആർ സപ്പോസ് ടു ബൈ ഹാർട്ട് ദാറ്റ് ഫോർമുല, സമ്മേഷൻ. ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ സമ്മേഷൻ. ഇങ്ങനെയാണ് സമ്മേഷൻ്റെ സിമ്പിൾ, ഇങ്ങനെയാണ് സിമ്പിൾ. ഓക്കെ, സമ്മേഷൻ FI XI ഡിവൈഡ് ബൈ സമ്മേഷൻ FI. ഇപ്പം നിങ്ങൾക്ക് പല ഡൗട്ടുകളും തോന്നും, എനിക്കറിയാം. യു ക്യാൻ ആസ്ക് മീ എ ഡൗട്ട് ദാറ്റ് സർ വാട്ട് ദി സമ്മേഷൻ സ്റ്റാൻഡ്സ് ഫോർ. ദിസ് ഈസ് ദ സിമ്പിൾ, ഇറ്റ് ഡിനോട്ട്സ് സമ്മേഷൻ. ഈ സിമ്പിൾ പറയുന്നത് സമ്മേഷനെയാണ്, അല്ലെങ്കിൽ ഈ സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ സമ്മേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് സമ്മേഷൻ FI XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. You have to read it as summation FI XI divided by summation FI എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. FI XIൻ്റെ സമ്മ്, FI XIകളുടെ സമ്മല്ലേ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 850, അതവിടെ എഴുതുക. Then what do you mean by summation FIs? Sum of FIs. This is FIs and this is the sum of FIs. So just write that. Divide 850 by 35, you will get the answer. Okay, once again, if the problem is under frequency distribution, in order to calculate mean, you are supposed to form a table with 3 columns. First column you can mention as XI, second column you can mention as FI, and you have to form one more column and its title is FI into XI. So according to each information, according to each item, you are supposed to calculate FI into XI here. And after that, you are supposed to add all FI XIs and you are supposed to add all FIs in this way. And just below that, you can mention it as total. You might have understood, no? And here, it is the time to calculate, or it is the exact time to calculate the value of mean. The mean formula is not just like
സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ. അത് ആദ്യത്തെ കേസിലായിരുന്നു റോ ഡാറ്റയിൽ. ഇവിടെ മീനിൻ്റെ ഫോർമുല ഈസ് സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ. ഡോണ്ട് ഗെറ്റ് പാനിക് ബൈ സീയിങ് ദിസ് സിംബൽസ്. It stands for summation. Summation fi xi means that total of fi xi. We have calculated the total of fi xi. Substitute the summation fi stands for the total of fi's. That also we have calculated 35. So 85 divided by 850 divided by 35 will give you the answer. Okay, just do it. Okay, that will give you the answer, mean of this data. That will be the answer. Your answer is 24.28. This is the mean of this data. You may understood, no? So we understood that how to calculate mean of a frequency distribution table. ഇനി നമ്മൾ അടുത്തത് നമുക്കിനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിളും കൂടി അറിയാം. എന്താണത്? Can you tell me that? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇതൊരു ജസ്റ്റ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. ഇനി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ എങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിക്കും എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഷാൽ വി ഗോ ഫോർ ദാറ്റ്? യെസ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ഡാറ്റ തരുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഹൗ ടു കാൽക്കുലേറ്റ് മീൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. എനിക്ക് തോന്നുന്നു അത് 9th ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളത് പഠിച്ചിരിക്കണം. വളരെ അനിവാര്യമാണ്. ഹൗ ടു കാൽക്കുലേറ്റ് മീൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ മീൻ എങ്ങനെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ്സസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ, ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ടേബിളിൽ ജസ്റ്റ് ഒരു നമ്പറും അതിൻ്റെ ഫ്രീക്വൻസിയും, അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്യുക. ഇനി ഇവിടെ ക്ലാസ്സസ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന രീതി ഫോളോ ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ ഇതെങ്ങനെ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ്റെ ഇതും നേരത്തെ തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ ജസ്റ്റ് ഒരു ഡാറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓരോരോ നമ്പർ അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ എഫ് ഐ എക്സ് എന്ന് പറഞ്ഞ കോളം ഫോം ചെയ്ത് അതിൻ്റെ സമം ഫ്രീക്വൻസിൻ്റെ സമം കണ്ടുപിടിച്ചിട്ട് എഫ് ഐ എക്സിൻ്റെ സമ്മിനെ ഫ്രീക്വൻസിൻ്റെ സമ്മോണ് ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഒരു ക്ലാസ്സസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പിലോട്ട് പോകണം. അതായത് ഫസ്റ്റ് നിങ്ങൾ ക്ലാസ്സസ് എന്ന് എഴുതുക. പ്രോബ്ലം നോ. അതിനുശേഷം ഇവിടെ ഒരു കോളം വേണം, ക്ലാസ് മാർക്ക്. വാട്ട്? ക്ലാസ് മാർക്ക്. അതിനുശേഷം ഫ്രീക്വൻസി. അതായത് ക്ലാസിൻ്റെയും ഫ്രീക്വൻസിൻ്റെ ഇടയിൽ ആൻസറിൽ നമുക്ക് എന്ത് വേണം? ഒരു കോളം വേണം. അതിൻ്റെ പേരെന്താണ്? ക്ലാസ് മാർക്ക്. ക്ലാസ്സസ് ആസ് ഇറ്റ് ഈസ്, ഫ്രീക്വൻസി ആസ് ഇറ്റ് ഈസ്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് യു ആർ സപ്പോസ് ടു ആഡ് എ കോളം ക്ലാസ് മാർക്ക്. അതിനുശേഷം ഈ ക്ലാസ് മാർക്കിനെയാണ് നിങ്ങൾ എക്സ് ഐ എന്ന് വിളിക്കേണ്ടത്. ഇവിടെ ഈ കേസിൽ ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ക്ലാസ് മാർക്കിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്? എക്സ് ഐ. ഫ്രീക്വൻസിന് ആസ് യൂഷ്വൽ എഫ് ഐ എന്ന് വിളിക്കാം. അതിനുശേഷം നേരത്തെ ഫോം ചെയ്തതുപോലെ ഒരു കോളം കൂടെ എഫ് ഐ എക്സ് ഐ. അപ്പോൾ നേരത്തെ നിന്ന് ഇതിൽ ഒരേ ഒരു മാറ്റമുള്ള എന്താണ്? നേരത്തതിൽ ഉണ്ടായിരുന്നു എഫ് ഐ ഇൻറ്റു എക്സ് ഐ. അപ്പം ഇവിടെയുണ്ട് എഫ് ഐ ഇൻറ്റു എക്സ് ഐ. അപ്പോൾ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല, സെയിം തന്നെയാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു എഫ് ഐ, ഇവിടെ ഉണ്ടായിരുന്നു എഫ് ഐ. പിന്നെ നേരത്തെ ഇല്ലാത്തത് വന്നത് ക്ലാസ്സസ് ആണ്, പിന്നെ ഒരു ക്ലാസ് മാർക്കാണ്. ആ ക്ലാസ് മാർക്കിനെയാണ് നമ്മൾ എക്സ് ഐ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുക. നേരത്തെ എക്സ് ഐ എന്തായിരുന്നു? തന്നിരിക്കുന്ന എന്താണോ ഇൻഫർമേഷൻ അതായിരുന്നു എക്സ് ഐ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്ലാസ്സസ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു ക്ലാസ് മാർക്ക് ഫോം ചെയ്യുന്നു, എന്നിട്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? എക്സ് ഐ എന്ന് വിളിക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഫ്രീക്വൻസിന് എഫ് ഐ, പിന്നെ എഫ് ഐ ഇൻറ്റു എക്സ് ഐ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ. ക്ലാസ് മാർക്ക് ഇതാ 0, 10, 10, 20, 20, 30. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് നടുക്കുള്ള വാല്യൂ 0ൻ്റെയും 10ൻ്റെയും കറക്റ്റ്. അതിനു മുമ്പ് ഇതൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം ക്ലാസ് കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം, പിന്നെ ക്ലാസ് വിഡ്ത്ത് സെയിം ആണോ എന്ന് നോക്കണം. ഇത് കണ്ടിന്യൂസും ക്ലാസ് വിഡ്ത്തും സെയിം ആയതുകൊണ്ടാണ് നേരിട്ട് പോകുന്നത്. ഇനി സപ്പോസ് ക്ലാസ് വിഡ്ത്ത് സെയിം അല്ല, ക്ലാസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് ആക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനത്തെ കേസുകളൊന്നും സാധാരണ നോർമലി ചോദിക്കാറില്ല. ഇനി ചോദിച്ചാൽ നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആക്കുക, അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് സെയിം ആക്കിയിട്ട് വേണം ഇതിലോട്ട് പോകാൻ. അങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ എനിക്ക് പറയാം. 9ൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. 10ാം ക്ലാസ്സിലാണ് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലാസ് സെയിം പറഞ്ഞു. ഇനി ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലാസ് മാർക്ക് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ക്ലാസ് മാർക്ക്? ലോവർ ലിമിറ്റ്. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കൊള്ളൂ. ക്ലാസ് മാർക്ക് ഈസ് ഈക്വൽ ടു വാട്ട്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. അതായത് ഇവിടുത്തെ ക്ലാസ് മാർക്ക് കാണാൻ എന്താ ചെയ്യുക? ക്ലാസ് മാർക്കിൻ്റെ ഫോർമുല എന്താ? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. ദിസ് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ക്ലാസ് മാർക്ക്. അതായത് ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഏതാ? 0യും പ്ലസ് അപ്പർ ലിമിറ്റ് എന്നല്ലേ. അപ്പോൾ 0 + 10. 0 + 10 എന്താ? 10. പിന്നെ എന്ത് ചെയ്യണം? ബൈ 2. 10/2 എന്ന് വെച്ചാൽ അതായത് ഇവിടുത്തെ ക്ലാസ് മാർക്ക് കാണുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും
0യും 10ഉം ആണ്. അപ്പോൾ 0 + 10/2. 0 + 10 എന്ന് വെച്ചാൽ 10, 10/2 എന്ന് വെച്ചാൽ 5. പിന്നെ 10ൻ്റെയും 20ൻ്റെയും ക്ലാസ് മാർക്ക് എങ്ങനെ കാണുക? 10ഉം 20ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 30. 30/2 എത്ര? 15. 20ൻ്റെ 30ൻ്റെ ക്ലാസ് മാർക്ക് എങ്ങനെ? 20 30 കൂടെ ആഡ് ചെയ്താൽ 50. 50ൻ്റെ പകുതി 25. അതാണ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. By 2 means take the half. Adding, first of all you are supposed to add lower limit plus upper limit, then by 2 take the half. Okay, അപ്പം ബൈ 2 എന്ന് വെച്ചാൽ ടേക്ക് ദ ഹാഫ് എന്നാണ് അർത്ഥം. അപ്പം അത് തന്നെയാണ് ഞാൻ വേറൊരു രീതി നേരത്തെ പറഞ്ഞത്. 0ൻ്റെയും 10ൻ്റെയും ക്ലാസ് മാർക്ക് എന്ന് വെച്ചാൽ 0ൻ്റെയും 10ൻ്റെയും കറക്റ്റ് നടുക്കുള്ള 5. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കറക്റ്റ് നടുക്കുള്ള വാല്യൂ കിട്ടുക? 10ൻ്റെയും 20ൻ്റെയും കറക്റ്റ് നടുക്ക് 15 അല്ലേ, 20ൻ്റെയും 30ൻ്റെയും കറക്റ്റ് നടുക്ക് 25 അല്ലേ, അതാണ് ക്ലാസ് മാർക്ക്, കറക്റ്റ് മിഡിലുള്ള വാല്യൂ. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി ആസ് ഇറ്റ് ഈസ് എന്താണോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, ഫ്രീക്വൻസി ആസ് ഇറ്റ് ഈസ് 563 563. അതിനുശേഷം ഇതിനെ XIയും FI എന്ന് വിളിച്ചു. ഇനി നിങ്ങൾ ഇതിനെ നോക്കണ്ട. ഇനി നിങ്ങൾ ഇതാണ് നിങ്ങളുടെ XI, ഇതാണ് നിങ്ങളുടെ FI. എന്നിട്ട് FI × XI കാൽക്കുലേറ്റ് ചെയ്യുക. 5 × 5 എത്രയാണ്? 25. FI × XI, അതായത് FI × XI അങ്ങനെ 15 × 6 വാട്ട് ഈസ് ദാറ്റ്? 15 × 6 90. 19. ഓക്കെ, 25 × 3 75. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ചെയ്തുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് കാണും. കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ്റ്റേക്ക് എന്നോട് 1-2 കുട്ടികൾ ആൻലിയ, എനിക്ക് തോന്നുന്നു ആൻലിയ, പിന്നെ ആരാണ്, അനബല്ല, ഹൃദ്യ, ഇവരാണത് ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, ബാക്കി ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി അതിന് ശേഷം നേരത്തേതുപോലെ തന്നെ FI XIൻ്റെ ടോട്ടൽ അത് നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണെന്ന് എഴുതുക. പിന്നെ FIസിൻ്റെ ടോട്ടൽ, ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ, FIൻ്റെ ടോട്ടൽ ഇവിടെ എഴുതുക. എത്ര? 6 × 11 3 14. ഇത് എത്രയാണോ അതവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഫോർമുലയാണ് ഇവിടെയും. മീൻ ഈസ് ഈക്വൽ ടു വാട്ട്? സമ്മേഷൻ FI XI ഡിവൈഡ് ബൈ സമ്മേഷൻ FI. Summation FI XI stands for take the sum of all FI XI. This is the sum you have to substitute here. Divided by summation FI. ഈ FIs മൊത്തം ആഡ് ചെയ്ത് 14 ആണ് ഇവിടെ എഴുതുന്നത്. അത് രണ്ട് ഡിവൈഡ് ചെയ്ത് you have to find out the answer. You may understood, no? This is the way of calculating mean in a grouped frequency distribution table. So only the difference is you have to find one more table, class mark. You might have understood, no? Yes. And next session is mode. Mean we have discussed, and now we have understood how to calculate mean of a raw data, how to calculate mean of a frequency distribution table, and how to calculate the mean of a frequency distribution table with the classes. We have discussed all the 3 sessions. Now we came to the next session, that is mode. What? Mode. The definition of mode you can write: the most repeated observation is, or you can write in the definition like this: mode is defined as the most repeated observation, or mode is defined as the observation with the highest frequency. So 2 definitions you can write. Just write, start writing mode, underline, then mode is defined as the most repeated observation, or mode is defined as the observation with the highest frequency. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥമാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒബ്സർവേഷനാണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? ഓരോ ഒബ്സർവേഷൻ എത്ര പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദ സിറ്റുവേഷൻ ലൈക്ക് വാട്ട്. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഞാൻ എഴുതുവാണെങ്കിൽ ഷിബിൻ സാർ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് മാച്ച് ആൻഡ് ഹിസ് സ്കോർ കാർഡ് ഈസ് ഗിവൺ ബിലോ. അതായത് ഫസ്റ്റ് മാച്ച്, സെക്കൻഡ് മാച്ച്, തേർഡ് മാച്ച്, ഫോർത്ത് മാച്ച്, ഫിഫ്ത്ത് മാച്ച്, അങ്ങനെ 6 മാച്ചസ് ഞാൻ ക്രിക്കറ്റ് കളിച്ചു. അതിൽ ഫസ്റ്റ് മാച്ചിൽ ഞാൻ 20 റൺസ് സ്കോർ ചെയ്തു, സെക്കൻഡിൽ 0, ദെൻ മൂന്നാമത്തേൽ 20 റൺസ് പിന്നെ സ്കോർ ചെയ്തു, പിന്നെ അടുത്ത ഇതിലും 0 ഡെക്ക് പുറത്ത് പോയി, പിന്നെ 20, പിന്നെ അവസാനത്തെ ഇതിൽ 30. എനിക്ക് വളരെ ഗംഭീര പ്ലെയറാണ് ഞാൻ, അല്ലേ? ഇനി ഞാൻ ഈ കളിച്ചതിൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം ആവർത്തിച്ച് വന്ന സ്കോർ ഏതാ? 20. കാരണം 3 ടൈംസ്, അതുകൊണ്ട് 20 ആണ് മോഡ്. ഇനി 2 ഉണ്ടെങ്കിൽ, ഇപ്പം 20 3 പ്രാവശ്യം ഉണ്ട്, 30 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 മോഡായിട്ട് നിങ്ങൾക്ക് എഴുതാം. അത്രയാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ഔട്ട്കം ഈസ് വാട്ട് ഈസ് മോഡ്. ദിസ് ഈസ് വാട്ട് ഈസ് മോഡ്. ഇത്രയേ ഉള്ളൂ മോഡ്. ഇതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒബ്സർവേഷനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ? സോ
next we are going to discuss median, and I think when we compare mean, median and mode, mean and median is the most important two concepts. Median എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആൾ. You can write the definition as middle most observation. Medium is defined as the middle most observation എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആൾ. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കുട്ടികളെ എടുക്കുന്നു. എനിക്ക് എല്ലാ കുട്ടികളുടെയും പേരൊന്നും എനിക്ക് ഓർത്ത് ഇപ്പോൾ പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർക്കുന്ന പേര് ഒന്ന് ആദിനാഥ്. ആദിനാഥ് ഒരു ബെഞ്ചിലിരുത്താൻ പോകുന്ന കുറച്ച് കുട്ടികളാണ്. ഞാൻ കുറച്ച് കുട്ടികളെ 9th നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ബെഞ്ചിലിരുത്തുവാണെന്ന് വിചാരിക്കുക എൻ്റെ ക്ലാസ്സിൽ. ബാക്കി ബെഞ്ചിലും കുട്ടികളുണ്ട്, ഞാൻ അവരെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല. അപ്പോൾ ആദിനാഥ്, ദെൻ അയൻ, ഓക്കെ, ദെൻ പിന്നെ ആരാ, ആദിനാഥ്, അയൻ, ദർശൻ, ദെൻ അഭിജിത്ത്, ഓക്കെ. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ഹൈറ്റാട്ടോ ഓരോരുത്തരും കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഹൈറ്റ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. ആദിനാഥ് ആണിത്. ദെൻ സോ ദിസ് ഈസ് ആദിനാഥ്, ദിസ് ഈസ് അയൻ, and this is Darshan, and this is Abhijit, and let me include one more, ആശ്രിത്. ഏറ്റവും ഹൈറ്റുള്ളത് ആശ്രിതിനാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇത്രയും പേരെ ഞാൻ ഒരു ബെഞ്ചിൽ ഇരുത്താൻ പോവാം. ഒരു ബെഞ്ചിൽ ഇരുത്തുക എന്നുള്ളതല്ല, ഫൈൻഡ് ദ മീഡിയൻ. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. ഈ ആദിനാഥനും ഇതൊക്കെ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിംസ് മാറ്റാം, പക്ഷേ ഈ ഹൈറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആദിനാഥിന് ചെറിയൊരു ഹൈറ്റ്, പിന്നെ അടുത്ത ആൾക്ക് ആരാണോ നിങ്ങൾ വരയ്ക്കുമ്പം പേര് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം, പക്ഷേ ഹൈറ്റ്സ് ഇതുപോലെ തന്നെ വരയ്ക്കണം. ആദിനാഥിന് ഇത്രയാണെങ്കിൽ അയന് ഒരു ഇച്ചിരിയും കൂടെ ഹൈറ്റ്, ദർശൻ അവരെക്കാളും കുറച്ചും കൂടെ ഹൈറ്റ്, അഭിജിത്തിന് ആദിനാഥിനേക്കാൾ ഹൈറ്റ് കുറവായിട്ട് വരയ്ക്കണം, ആശ്രിതിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ടതാണ് ആരാണോ ലാസ്റ്റ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൊടുക്കുന്നത്. ഇനി ഈ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദിസ് ഒബ്സർവേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ 5 പേരുടെ മീഡിയനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഓക്കെ, യു അണ്ടർസ്റ്റുഡ് നോ? ഫൈൻഡ് ദ കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ദിസ് ഒബ്സർവേഷൻ. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഡാറ്റ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മീഡിയനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ഇതിനെ ഇൻക്രീസിങ് അസെൻഡിങ് ഓർഡറിലോ അഥവാ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കുക. അതായത് സ്മോളസ്റ്റ് ബിഗ്ഗസ്റ്റ് ഓർഡറിലോ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് സ്മോളസ്റ്റ് ഓർഡറിലോ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ്, ഇതിന് ഓർഡർ ആക്കുക. ഒന്നെങ്കിൽ ബിഗ് ടു സ്മോൾ, അതർവൈസ് സ്മോൾ ടു ബിഗ് എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യുക. അതാണ് മീഡിയൻ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. സപ്പോസ് ഓർഡർ ചെയ്തില്ലെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മീനും മോഡും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ ആക്കിയില്ലെന്നും വിഷയമില്ല, പക്ഷേ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് ഓർഡർ ദം ഫസ്റ്റ്. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളെ ഞാൻ എഴുതാൻ പോകണം, അഭിജിത്ത്. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞത് അഭിജിത്ത്, പേര് എഴുതിക്കോളൂ, അഭിജിത്ത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഹൈറ്റ് വന്നത് നമ്മൾ ആദിക്കാണ് കൊടുത്തത് ഹൈറ്റ്, അല്ലേ, ആദിനാഥ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അയനാണ് ഹൈറ്റ് കൊടുത്തത്, അല്ലേ, അങ്ങനെയല്ലേ കൊടുത്തത്, അയൻ. ഒരു ഓർഡർ വേണം. പിന്നെ നമ്മൾ ഹൈറ്റ് കൊടുത്തത് ആർക്കായിരുന്നു? ഏറ്റവും ഹൈറ്റ് കുറവ് അഭിജിത്ത്, പിന്നെ ആദിനാഥ്, പിന്നെ അയൻ, പിന്നെ ദർശനല്ലേ, ദർശൻ. 4 കാലോ ദർശനല്ലേ, ഇത് കാലല്ല കേട്ടോ, ദർശൻ. പിന്നെ എന്താണ്? ആശ്രിത്. അയ്യോ, പിന്നെ ഓക്കെ, ആശ്രിത്. സോ ഇതാരാണ്? ദർശൻ. ഇതാരാണ്? ആശ്രിത്. ഓക്കെ. ഇനി അതിനുശേഷം ഞാനിത് ഓർഡർ ചെയ്തു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഇരിക്കുന്ന ആരെയാണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇയാളല്ലേ നടുക്ക് വെക്കുന്നത്, ഇയാളല്ലേ നടുക്ക്. കാരണം അത് ഇപ്പുറത്തോട്ട് 2 ആളുണ്ട്, ഇപ്പുറത്തോട്ട് 2 ആളുണ്ട്. അപ്പോൾ നടുക്ക് വെക്കുന്ന ആരാണ്? അയൻ. സോ മീഡിയൻ ഓഫ് ദിസ് ഒബ്സർവേഷൻ ഈസ് അയൻ. കാരണം മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ഈസ് അയൻ, ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് മീഡിയൻ. Shall we deal with a few numbers now? Okay. This is a question. Science marks of 7 students are given below: 13, 14, 15, 0, 12, 13, 14.5. Find the median. So first what you have to do, you have to arrange it in an order. So I am going to start from smallest to bigger. So let me start from 0. കാരണം 0 ആണ് അതിൽ സ്മോളർ. പിന്നെ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? 11, അല്ലേ. 0 ആണ് ഫസ്റ്റ്, പിന്നെ 11, പിന്നെ ഏതാണ്? 12 വരും, അല്ലേ.
ഇനി ഒന്നും കൂടെ 12 ഉണ്ടെങ്കിൽ കോമ 12 എഴുതിക്കോളൂ കേട്ടോ. സപ്പോസ് ഒന്നും കൂടെ 12 ഉണ്ടെന്ന് വിചാരിച്ചു ഇതില്ല, അപ്പം ഇതിൻ്റെ കൂടെ കോമ 12 എന്നിട്ടുണ്ട് അടുത്ത നമ്പർ. ഓക്കെ, അപ്പോൾ 12 പിന്നെ അടുത്താണ് 13 13, ദെൻ 14 14, പിന്നെ ഏതാണ് 14 15 15. എന്നിട്ട് മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുക? കറക്റ്റ് നടുക്കേതാ വരുന്നത്? 3 13. സോ ദിസ് ഈസ് ദ മീഡിയം. Okay, next question. March mark of 8 students is given below. We are supposed to calculate median. So first of all, we have to arrange it. So arranging. So let me start from the smallest to bigger. 1, then 2, 1i, 2i, then 5i, then 7 ഉണ്ട് ഇവിടെ വരണം. പിന്നെ ഇവിടെ വേറൊരു 7 ഉണ്ട്. പിന്നെ 5 രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ. സോ 1 2 5 5 5 രണ്ട് പ്രാവശ്യമില്ലേ. പിന്നെ 7 7 8 10 1 2 3 4 5 6 7 8 ഒബ്സർവേഷൻ. റെഡി അല്ലേ? ഓക്കെ, ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മീഡിയൻ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിന് നടുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ട് നോക്കി. 3 കൂടെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് 2 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക? നടുക്ക് ഇങ്ങനെ 2 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 5 + 7, എന്നിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. വാട്ട് ഈസ് 7 + 5? 12. 12 by 2 = 6. 6 will be the median. അത് രണ്ടും കൂടെ നടുക്ക് 2 ഒബ്സർവേഷൻ മീഡിയൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ just add it and divide by 2. That will give you the median. So that means if the number of observation is odd, median will be exact, a single number. If the number of observation is odd number, 7 സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എത്ര ഒബ്സർവേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ, ലൈക്ക് 7 9 11 എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ മീഡിയൻ വിൽ ബി ഷാർപ്പ്. പെട്ടെന്ന് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് ദ ഒബ്സർവേഷൻ ഇസ് ഈവൻ ഇഫ് ദർ എക്സിസ്റ്റ് ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ലൈക്ക് 8 10 or 12, median, when you calculate median, you can you will get 2 numbers in the middle side or middlemost side. So in order to get the median, you are supposed to add it and divide by 2. Then only you will get the median. If the number of observation is odd, it's very simple. If the number of observation is even, you have to work a little more. That much only. Okay, this is it. And this is it. Okay, and so you may understood all concept like mean, median, mode. And mean we have discussed in mean session. We have discussed 3 subsession like in a raw data how to calculate mean, and in a frequency distribution how to calculate mean, and in a frequency distribution table with the classes how to calculate mean. And median and mode is very simple. Mode is most simple concept, but median you have to think, you have to be alert while you are solving question. You have to arrange it first, then take the middlemost observation. Okay, so all those things we have discussed, and I'm going to wind up the video session. And ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ലാസ്റ്റ് എക്സസൈസ് നിങ്ങൾ സ്വന്തമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അടുത്ത വീഡിയോ വരെ മാച്ചിലുള്ള ആക്ടിവിറ്റിയാണ്. അത് സ്വന്തമായി ട്രൈ ചെയ്യുക. നോ നീഡ് ടു അപ്ലോഡ് ആൻഡ് ഓൾ. ജസ്റ്റ് ട്രൈ ഇറ്റ്. ഹാവ് എ ട്രൈ യുവർ സെൽഫ്. ഓക്കെ, ബൈ ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ഗീവ് വിത്ത് സൊല്യൂഷൻ ഓഫ് ദാറ്റ്. ദെൻ യു ക്യാൻ കമ്പയർ യുവർ ആൻസേഴ്സ് വിത്ത് എ സൊല്യൂഷൻ. So this is your Shibin sir signing out. Stay safe. Bye. Practice well. Thank you.